ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്ക കൊണ്ടുള്ള മോമോസാണ്. വളരെ ടേസ്റ്റോടുകൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചക്ക മോമോസ് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ്, നല്ല സ്വാദാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്കതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടി തൂകിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം കുറച്ച് ശർക്കരയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വരട്ടിയെടുക്കണം. അല്ല, ഹൽവ പോലെ വരട്ടിയെടുക്കുക. ആ സമയം ഈ ലാസ്റ്റ് ഇതുപോലെ ഹൽവ പോലെ ആകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് മറിഞ്ഞ് വരുന്ന പാകത്തിൽ ആകുമ്പോഴേക്കും അതിലേക്ക് 2-3 ഏലക്ക ഒന്ന് പൊടിച്ചതിന് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു അരമുറി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ആവശ്യം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ലൂസാകാതിരിക്കണം. ഇതേപോലെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ലൂസായി കഴിഞ്ഞ് നമ്മുടെ മാവ് ഇത് നമ്മൾ ആവിയിൽ വെച്ച് പുഴുങ്ങുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി കുഴച്ചതിന് ശേഷം നമുക്കിത് 2 ഭാഗങ്ങളാക്കി എടുത്ത് ഒന്ന് ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തി പലകയിൽ കുറച്ച് എണ്ണ തടച്ചതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നും കൂടി പരത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി അത് കുറേശ്ശെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച ശേഷം ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുക. നല്ല സൂപ്പറായിട്ട് നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ചക്ക കിട്ടുമ്പോൾ ഇതേപോലെ മോമോസ് ഉണ്ടാക്കി നോക്കുക. ചിക്കൻ മോമോസ്, വെജിറ്റബിൾ മോമോസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചക്ക മോമോസ് ഉണ്ടാക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പമല്ലേ. അപ്പോൾ ചക്കയിലൊക്കെ ഇതുപോലെ വരട്ടി വെച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. ഇനി നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇതൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മോമോസ് റെഡി. അടിപൊളി മോമോസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള അടിപൊളി മോമോസാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.